കൊല്ലം അഞ്ചലിൽ തെരുവുനായ ആക്രമണം, കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്കാണ് കടിയേറ്റത്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സുജിത്ത്, ഈ നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു എന്നാണ് പറയുന്നത്. ഈ നിരന്തരമായി തെരുവുനായ ആക്രമണം അല്ലെങ്കിൽ അത്തരം ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണോ ഈ അഞ്ചൽ? വിജയകുമാർ, തീർച്ചയായും ഈ അഞ്ചൽ കരുകോൺ മേഖല തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ്. ഇവിടെ ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. മദ്രസയിലേക്ക് പോകുകയായിരുന്ന ഒരു കുട്ടിയെയും ഒപ്പം ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയും നായ കടിച്ചു. അതിനുശേഷം കരുകോൺ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന ജോയി, ബൈജു, അതുപോലെ ഗോപി, അബ്ദുൾ വാഹിദ് എന്നിവർക്ക് കടിയേൽക്കുകയായിരുന്നു. അവിടെ കടയിലിരുന്ന ഒരാളെ ഈ നായ കടിച്ചു. അതിനുശേഷം പുറത്തേക്കിറങ്ങി മറ്റു ചില നായ്ക്കളെയും ഈ നായ കടിച്ചു. അതിനുശേഷം വീണ്ടും തിരികെ എത്തി. കടയിലേക്ക് എത്തിയപ്പോഴാണ് ആളുകളെല്ലാവരും ചേർന്നുകൊണ്ട് ഈ നായയെ അടിച്ച് തല്ലി കൊല്ലുകയായിരുന്നു. നിരവധി ആളുകൾക്കാണ് ഇതിൽ പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ ഏതാണ്ട് 5 പേരെയാണ് ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ബൈജു എന്ന് പറയുന്ന ആൾക്ക് മുഖത്തും ഉൾപ്പെടെ കടിയേൽക്കുകയായിരുന്നു. ഇയാൾ നായയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നായ ഇയാളെ തള്ളിയിട്ട് മുഖത്തും കൈക്കുമെല്ലാം കടിക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം വലിയ രൂക്ഷമായുള്ള ഒരു പ്രദേശമാണ്. പലതവണ പഞ്ചായത്ത് അധികൃതരോട് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല ഒരു ആക്ഷേപം കൂടിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ 8 പേരോളമാണ് ഇവിടെ ഇപ്പോൾ തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിജയകുമാർ, ഭയാനകമായ ദൃശ്യങ്ങൾ കൂടിയാണ് വരുന്നത്. ഒരു മനുഷ്യൻ റോഡിൽ വീഴുന്നു, അയാളുടെ മുഖത്തൊക്കെ തെരുവുനായ കടിക്കുന്നു. സ്കൂൾ കുട്ടികൾക്കടക്കം, കുട്ടികൾക്കുൾപ്പെടെ 7 പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ കുറെ കൂടി നമ്മളെ അത് ഭയപ്പെടുത്തുന്നുമുണ്ട്. സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.